നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നവ്യ നയനയെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന കഴിയുമ്പത്തേനും ദാമുവേട്ടനും എലിസബത്തോടെ ഇറങ്ങി വരുന്നേ. പിന്നീട് അവര് ചോദിച്ചു, അല്ല എന്തിനാ കൊച്ച ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എനിക്ക് നയനയെ ഒന്ന് കാണണം. പക്ഷേ എങ്കില് എലിസബത്ത് സമ്മതിച്ചില്ല. എന്റെ കൊച്ചെ, കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണ്. ഇനി വെറുതെ ഇങ്ങോട്ടേക്ക് ഒന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കൊച്ചിവിടെ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങളെ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അവൾ എന്റെ അനുജത്തിയല്ലേ, അവൾക്കൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞു. എന്തൊക്കെയാണല്ലേ ശരി, ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞങ്ങളാണ് മോളെ നോക്കുന്നേ. അപ്പൊ അവൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാരും കൂടെ ഞങ്ങളെ ചീത്ത പറയുള്ളൂ. അതുകൊണ്ട് കൊച്ചു പോകാൻ നോക്കാൻ പറഞ്ഞു. നബിയെ കാണാനായിട്ട് സമ്മതിച്ചില്ല. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നാണെങ്കിൽ അവളെ കണ്ടിട്ടേ പോകത്തുള്ളൂ, എനിക്ക് അവളെ കാണണം, ഞാൻ അവളുടെ ചേച്ചിയാന്ന് പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും എലിസബത്ത് ദാമുവിനോട് പറഞ്ഞു, ഇത് നമുക്ക് പണിയാവോന്ന് ചോദിച്ചു. ദാമു പറഞ്ഞു, എലിസബത്തെ, എപ്പോഴും അവരുടെ മേലൊരു കണ്ണു വേണം, പറയാൻ പറ്റില്ല. കഥകളൊക്കെ കേട്ടതിന് ശേഷം എനിക്കും ഈ കൊച്ചിനോട് ഭയങ്കര ദേഷ്യമാ, എത്ര ദുഷ്ടയാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ക്രൂരതയൊക്കെ ഇവരോട് കാണിച്ച് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദാമു അങ്ങോട്ട് കയറിപ്പോയി. നയനയുടെ അടുത്തേക്ക് നവ്യ ചെല്ലുമ്പത്തേനും നയന ഒരു അത്ഭുതത്തോടു കൂടി നവ്യയെ നോക്കി. കാരണം ഇങ്ങനൊരു വരവ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചോദിച്ചു, എന്താ നവ്യേച്ചി ഇവിടെന്ന് ചോദിച്ചു. അതെന്താ, എനിക്ക് എന്റെ അനിയത്തിയെ കാണാൻ വന്നൂടെ? അല്ല, ഇത് പതിവില്ലാത്ത കാര്യമാണല്ലോ, ചേച്ചി എന്നെ കാണാൻ വരാറില്ലല്ലോ. അതോ നിനക്കൊരു വയ്യായിക വന്നറിഞ്ഞ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. നീ ക്ഷേത്രത്തിൽ തല ഇറങ്ങി വീണു, ഹോസ്പിറ്റലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നയന ചോദിച്ചു, ചേച്ചി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു വിട്ടതാണോ? നിന്ന് ചോദിച്ചു, പറഞ്ഞു വിടാനോ? എന്നെ ആരും പറഞ്ഞു വിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. ഞാൻ തനിച്ചിങ്ങോട്ട് പോന്ന അല്ല, ചേച്ചി ഇങ്ങോട്ട് പോരാൻ വഴിയുള്ളതല്ലോ. സാധാരണഗതിയില് ഞാനും നന്ദുവും, എന്തിനേറെ പറയുന്നു, അച്ഛനും അമ്മയൊക്കെ ചേച്ചിക്ക് എതിർപ്പുള്ളവരല്ലേ. ഞങ്ങളൊക്കെ ദുഷ്ടന്മാരാന്നല്ലേ ചേച്ചി പറയണത്. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അമ്മായിമ്മയൊക്കെയല്ലേ പാവങ്ങളെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ നവിയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി എന്നെ കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ വരണമെന്ന് തോന്നി. ഒന്നുമല്ലേലും ഞാൻ നിന്റെ കൂടപ്പറപ്പല്ലേ, എത്ര ശത്രുതയാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യം കേട്ടാൽ വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ദേഷ്യം അയാളോടാണ്, നിന്റെ ഭർത്താവിനോട്. അതുകൊണ്ടാണ് നിന്റെ ഭർത്താവില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. നബിയുടെ മനസ്സെന്നറിയും ആദർശനോട് നയനയോടുള്ള സ്നേഹമാണ്. പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കുന്ന ദേഷ്യമായിട്ടാണ്. അല്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞാലോ എന്നൊരു ചിന്ത. തൽക്കാലത്തേക്ക് ഇവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാം, കുറെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണ്ടായുണ്ടോ, അതുകൊണ്ട് അതിനുശേഷം മതി ഇവര് കാര്യങ്ങളൊക്കെ അറിയണേ എന്നൊരു ചിന്തയായിരുന്നു നബിയുടെ മനസ്സിൽ. അതുകൊണ്ട് നബി ആദർശിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇത്തിരി ദേഷ്യഭാവത്തിലാണ് പറയുന്നേ. അപ്പോഴേക്കും നയന പറഞ്ഞു, എന്റെ ആദർശേട്ടൻ പാവാ, എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്കിപ്പോ എല്ലാവരെയും അറിയാം, ഇപ്പൊ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നവ്യ വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ നയനെ ഓർത്തോണ്ടിരിക്കുന്ന എന്താ, ആദർശേട്ടൻ തെറ്റുകാരനാണെന്നാണ് ഇപ്പോഴും നവ്യേച്ചി വിശ്വസിച്ചോണ്ടിരിക്കണേന്ന്. പിന്നീട് നയന പറഞ്ഞു, അതെ, എന്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ചേച്ചി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ എന്താണെങ്കിലും നീ പറഞ്ഞാലും പറഞ്ഞില്ലേലും വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. നിന്റെ ഡെലിവറി വരെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴേലും ഒക്കെ ഞാൻ വരും. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാൻ ഒന്നുകൂടെ വരും എന്ന് പറഞ്ഞു. വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ ഈ അവസ്ഥയെ കൂടെ കടന്നു പോയിട്ടുള്ളതാ. എനിക്കറിയാം ഒരു ഗർഭിണിയുടെ മാനസികാവസ്ഥയൊക്കെ എന്താന്ന്. അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വരുന്നേ. പിന്നെ നിന്റെ ഭർത്താവില്ലാത്ത സമയമായതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ടെന്ന് മാത്രം. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആദർശിന്റെ കാറ് പുറത്തു വന്നേ. അപ്പോഴേക്കും ദാമു എലിസബത്തും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദാമുവിന് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനായി. കാരണം ഇനിയിപ്പം നയനയെ കാണാൻ നവ്യ വന്നതിന്റെ പേരിൽ വഴക്ക് പറയുന്നൊരു പേടി ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ആദർശ് വന്നിട്ട് ചോദിച്ചു, എന്താ ദാമേട്ടാ? അത് പിന്നെ ആ നയനമോളുടെ ചേച്ചിയില്ലേ, അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നവ്യോ? അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അതറിയില്ല, നയനമോളെ കാണണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ അത് അനുവദിച്ചോന്ന് ചോദിച്ചു. അല്ല, കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് തടയാൻ പറ്റില്ലല്ലോ, സ്വന്തം ചേച്ചിയല്ലേന്ന് ചോദിച്ചു. ചേച്ചിയാണ് പോലും, അവരൊക്കെ ചേർന്ന് നടത്തിയ ക്രൂരത അതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലാന്ന് പറഞ്ഞു. എല്ലാരും ഒരു കൈയാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പിന്നില് എന്തേലും ഉദ്ദേശം ഉണ്ടോന്ന് പോലും അറിയത്തില്ല. നയനയുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടാണോ വന്നേന്നും അറിയത്തില്ല.
ഇതങ്ങനെ ഞാൻ എന്താണെങ്കിലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അവരെ അകത്തേക്ക് ഏറ്റുവിട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ്. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു, അത് പിന്നെ സാറേ, ഞങ്ങൾ പോവണ്ടെന്നൊക്കെ പറഞ്ഞ അവരോട്, പക്ഷെ സമ്മതിച്ചില്ല. നയനമോളെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരതല്ല, അതിലപ്പുറം പറയും. ഞങ്ങളുടെ ശത്രുക്കളുടെ ജ്വല്ലറിയിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നേ. പിന്നെ അവരിങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാണോ ഇവളെന്ന് അതും പറയാൻ പറ്റില്ല. അല്ല, തന്നെയാണോ വന്നേ? തന്നെയാ വന്നേന്ന് പറഞ്ഞു. ഭർത്താവില്ല എന്ന് പറഞ്ഞു. ഈ സമയം നവ്യ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, അതെ, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നവ്യ തിരിയുന്നത്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും നവ്യ നയനും കൂടെ ഹാളിലേക്ക് വന്നു. ആ സമയത്ത് ആദർശാണെങ്കിൽ ദാമോളിനോടും എലിസബത്തിനോടൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെന്താ, എന്റെ അനുജത്തിയല്ലേ ഇവള്, അപ്പൊ എനിക്ക് ഇവളെ കാണണ്ടെന്ന് ചോദിച്ചു. അനുജത്തിയാണ് പോലും, ആ സ്നേഹവും കാര്യങ്ങളൊക്കെ നിനക്ക് കൊണ്ടോടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറുവോ? നീ എന്തിനാ വന്നേന്ന് പോലും എനിക്കറിയത്തില്ല. മിക്കവാറും നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ലക്ഷ്യങ്ങളായിരിക്കും. എന്റെ നയനയുടെ വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ വന്നേ. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു നീ അങ്ങനെ ചെയ്യില്ല എന്ന്? എടി, നിന്റെ വീട്ടുകാർ ചിലപ്പോൾ നിന്നെ ഇങ്ങനെ പിരിയേറ്റി വിട്ടതായിരിക്കും. പിന്നീട് നയനയോട് ചോദിച്ചു, ഇവളെന്തെങ്കിലും കൊണ്ട തരുവാൻ പറ്റോ ചെയ്തോ? ഫ്രൂട്ട്സ് കൊണ്ട തന്നു പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞു അതൊക്കെ വാങ്ങാന്ന് ചോദിച്ചു. അതിനകത്തൊക്കെ വിഷം പുരട്ടിയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നേ. നബി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യില്ല പോലും. ഇതിനു മുമ്പ് വീട്ടിൽ പല സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിയേക്കല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നബിക്ക് ഭയങ്കര വിഷമായി. സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നബി അതൊന്നും പുറമെ കാണിച്ചില്ല. കാരണം നബിക്കറിയാം ഇവരൊക്കെ പാവങ്ങളാന്നുള്ള കാര്യം അറിയാം. പക്ഷെ തൽക്കാലത്തേക്ക് സത്യങ്ങളൊന്നും പറയാൻ സമയമായിട്ടില്ല എന്ന് കരുതിയിട്ടാണ് നബി പിന്നെ ഒന്നും പറയാതിരിക്കുന്നത്. അതിനുശേഷം നബി പറഞ്ഞു, ഞാനങ്ങോട്ട് പോയേക്കോ എന്നും പറഞ്ഞ് നബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നയനോട് പറഞ്ഞു, എന്തിനാ അവളെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്തിയെന്ന് ചോദിച്ചു. എൻ്റെ ചേച്ചിയല്ലേ, ചേച്ചി. ആ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും അവളോട് വേണ്ടാന്ന് പറഞ്ഞു. അല്ല, അവള് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കഴിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാനൊരു ആപ്പിള് കഴിച്ചായിരുന്നു ആദർശേട്ടാ. ആപ്പിള് കഴിച്ചോ? എന്നിട്ടോ? എനിക്കൊരു കുഴപ്പമില്ല, കുറെ സമയമായി ഞാൻ കഴിച്ചിട്ട്. ദേ, നിനക്കെന്താ അത് കഴിക്കാതിരുന്നു കൂടെന്ന് ചോദിച്ചു. അല്ല ചേച്ചി, ഒരു ചേച്ചി വന്നിരിക്കുന്നു. ഇതുവരെയായിട്ട് നീ അവളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ദേ, കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് കൊണ്ടിട്ടേരെ എലിസബത്ത് ചേച്ചി, അതൊന്നും ഇവൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് സ്വഭാവത്തിലാ വന്നേന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നയനയോട് എലിസബത്ത് പറഞ്ഞു, എന്തിനാ എൻ്റെ കൊച്ചൻ ഞങ്ങളെ വെറുതെ വഴക്ക് കേൾപ്പിക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ആദർശ് സാറിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് മാത്രമല്ല, അനന്തപുരിയിലുള്ളവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം ചേച്ചിയൊക്കെ ആണെങ്കിലും അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. നയനയ്ക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാതെ ചേച്ചി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് നയനെ ഉറച്ചു വിശ്വസിച്ചു. കാരണം മുമ്പത്തെ ചേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കേണ്ടവളല്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് നബി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നബിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. കാറിലിരുന്നിട്ട് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം താനിത് അർഹിക്കുന്നുണ്ട്, അതുപോലത്തെ ദ്രോഹം അവരോട് ചെയ്തിട്ടുണ്ട്, എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച ചന്തുമോള് അനന്തപത്മനാഭനെ കൊഞ്ചിക്കുന്നതാണ്. ഓരോ കളിപ്പാട്ടും ഒക്കെ എടുത്ത് ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി നവ്യയ്ക്ക്. നവ്യ അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് ചന്തുമോൾക്ക് 2 ചോക്ലേറ്റ് എടുത്തു കൊടുത്തു ബാഗിനകത്തുനിന്ന്. ആദ്യം ചന്തുമോളത് വാങ്ങിക്കാനൊന്ന് മടിച്ചു. പറഞ്ഞു, വാങ്ങിച്ചോ, ഞാൻ വഴക്കൊന്നും പറയില്ല, വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഒടുവിലാണ് ചന്തുമോള് വാങ്ങിക്കുന്നത്. അതെ, പിന്നൊരു കാര്യമുണ്ട്, ഞാനാണ് ഈ ചോക്ലേറ്റ് തന്നെന്നുള്ള കാര്യം ആരോടും പറയരുത് കേട്ടോ മോള്. ആരുടെങ്കിലും പറയോ? ഇല്ലാന്ന് പറഞ്ഞു. അതെ, ഇപ്പം ഞാൻ മോളോട് നല്ല സന്തോഷത്തിലാണ് സംസാരിക്കണമെന്നും പറയരുത് കേട്ടോ. അത് കേട്ടപ്പോൾ ചന്തമോള് ഇങ്ങനെ ഒരു അന്തം വിട്ട് നോക്കുവാണ് നവിയെ. അതെ, ഞാൻ ചോക്ലേറ്റ് വാങ്ങിത്തരുന്നുണ്ട്, സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്നൊക്കെ നയനാമ്മയോടോ ദേവേനി മുത്തശ്ശിയോടോ ആദർശച്ചനോടോ ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ആ വെല്ലുമ്മയാവും ഞാൻ, അറിയാലോ, ദേഷ്യപ്പെടുവേ തല്ലുവേ ഒക്കെ ചെയ്യുന്ന വെല്ലുമ്മ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ചന്തുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നവിയുടെ മാറ്റത്തിൽ. പിന്നീട് ചന്തുമോള് ചോക്ലേറ്റുമായിട്ട് അങ്ങോട്ട് പോവാണ്. അനന്തപത്മനാഭനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് നവിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഹാളിലേക്ക് ചന്തുമോള് ചെല്ലുമ്പോഴത്തേനും ദേവേനി അങ്ങോട്ട് വന്നു. ദേവേനി വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ വലിയ 2 ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ,
ഇത് എവിടുന്നാന്ന് നയനാമ്മ കൊണ്ട് തന്നാണോന്ന് ചോദിച്ചു. സ്കൂളിൽ പോകുന്ന വഴിക്ക്. അല്ല. പിന്നെയോ? ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതെന്റെ കയ്യിലിരുന്നാന്ന് പറഞ്ഞു. ചന്തുമോൾ ഒറ്റ കൊടുത്തില്ല നവ്യെ. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ഇങ്ങനത്തെ ചോക്ലേറ്റ് വാങ്ങി തരാറില്ലല്ലോ. പിന്നെ ആരാ? ചെറിയച്ഛൻ വാങ്ങി തന്നാണോ? അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി ചന്തുമോളെ കോരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു അതെ, നയനാമ്മയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? അധികം വൈകാതെ നയനാമ്മയും ആദർശനൊക്കെ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ. മോൾക്ക് ഇവിടെ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടായിരിക്കും. സാരമില്ല, അവര് വന്നു കഴിയുമ്പോഴത്തേനുവേ മോളുടെ വിഷമങ്ങളൊക്കെ മാറും. മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുമോളെ കുറച്ച് സമയം കൊഞ്ചിക്കുന്നുണ്ട്. ചന്തുമോൾക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അനാമികയും വേണുവും കൂടെ അനന്തപുരിയിലേക്ക് വരുവാണ്. അവരങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് തന്നെ കാറ് ഗേറ്റിന് പുറത്തായിട്ടത്. വേണു പറഞ്ഞു നമുക്കിവിടെ കാർ ഇട്ടിട്ട് പോയാൽ മതി. ചിലപ്പോൾ തിരിഞ്ഞു ഓടേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്ന എളുപ്പം. അകത്തേക്ക് കയറ്റി വണ്ടി ഇട്ടുണ്ട് പ്രശ്നമാവെന്ന് പറഞ്ഞു. അതിനുശേഷം അവര് ഗേറ്റ് കടന്ന് നടന്നാണ് അകത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവന്തിക ഇത് കണ്ടു. അവന്തിക പെട്ടെന്ന് അഭിയെ വിളിച്ചോണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ദേ അവര് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അഭി പറഞ്ഞു തൽക്കാലത്തേക്ക് നമ്മള് അവിടേക്ക് പോകണ്ട. മിക്കവാറും പോയിട്ടുണ്ടെങ്കിലേ നമ്മക്കൂടെ തല്ലി കിട്ടാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്ന ബുദ്ധി എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് മറിഞ്ഞു നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനാമി പറഞ്ഞു അച്ഛാ കോളിംഗ് ബെല്ല് അമർത്താൻ പറഞ്ഞു. നീ അടിക്കും മോളേന്ന് പറഞ്ഞു. അതെന്താ? അല്ല നീ അടിച്ചാ മതി. എന്റെ അച്ഛനൊന്നും അല്ലൊരു ആണല്ലേ, പോയി അടിക്കാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാവണമെന്ന് ചോദിച്ചു. ഒടുവില് അയാൾ പോയി കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേനും ദേവേനയാണ് വന്ന് കഥ തുറക്കുന്നത്. രണ്ടുപേരെയും കണ്ടപ്പോൾ ദേവേന ഇങ്ങനെ നോക്കി. എന്നിട്ട് ഈ ചെന്താ രണ്ടാളും എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞങ്ങൾ മൂർത്തി സാറിനെ ഒന്ന് കാണാൻ വന്നാന്ന്. അച്ഛനെ കാണാനായിട്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടപ്പോ കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ എന്ത് കാണാനാ നീയൊക്കെ വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമി പറഞ്ഞു അല്ല കോടതി പോവാനായിട്ട്. കോടതി പോകണമെങ്കിൽ കോടതി പോകണം, അത് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? അല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ചാ കോടതിയിൽ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കോടതി ചെല്ലാണെങ്കിൽ അനി കോടതിയിലേക്ക് വന്നോളും, അതിന് ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു അല്ല ദേവേനി ഞങ്ങൾക്ക് മൂർത്തി സാറിനെ ഒന്ന് കാണുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതെ അച്ഛനെ കാണേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അച്ഛനെയും കൂടെ ദേഷ്യം പിടിപ്പിക്കാൻ നിങ്ങൾ പോകാൻ നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊന്നും മറന്നു പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയം അനാമിക പറഞ്ഞു അല്ല അമ്മായി. അമ്മായിയോ? ആരുടെ അമ്മായി? ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കല്ലോ. അമ്മായി എന്ന് വിളിച്ചു വന്നിരിക്കുന്നു. എടി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ നാടകമൊന്നും എൻ്റെ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വന്നാന്ന് പറഞ്ഞു. എന്താടാ നീ എന്തിനാടാ പിന്നെ വന്നേ? കഴിഞ്ഞ പ്രാവശ്യം നിന്നെ അടിച്ചോടിച്ച് ഞാൻ വിട്ടതല്ലേ എന്ന് ചോദിച്ചു. അല്ല സാറേ കോടതിയിലേക്ക് പോകല്ലേ, അപ്പൊ കോടതി കൂടുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പറഞ്ഞു. എടാ പലിശ മുതൽ തീർത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ട് വീണ്ടും നിനക്ക് എന്തെങ്കിലും വേണമല്ലേ? സാറേ എന്തെങ്കിലും കോമ്പൻസേഷൻ തരാടാ, ഞാൻ തരാം, പിന്നത്തേക്കാക്കണ്ട, ഇപ്പൊ തരാന്ന് പറഞ്ഞു ഒറ്റ തൊഴിയായിരുന്നു. വേണു അവിടെ മലർന്നടിച്ച് കടന്നു. വേണു പതുക്കെ എഴുന്നേറ്റ് വരികയാണ്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു തല്ലും വഴക്കൊന്നും വേണ്ട, വല്ല ക്യാമറയായിട്ടാണോ വന്നേക്കെന്ന് അറിയത്തില്ല, നാളെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിട്ട് അങ്ങനത്തെ സ്വഭാവമുള്ള കൂട്ടരാണേ, മുന്നനുഭവം അറിയാലോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ക്യാമറയും കൂടെ വരുവാണെ വരട്ടെ ദേവേനി, ആ ക്യാമറ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുവാണെങ്കിൽ എന്ത് വെള്ളം കാണിക്കട്ടെ. ഞാൻ ഇവന്റെ വീട്ടിലേക്ക് പോയല്ലേ ഇവനെ തല്ലിയിരിക്കുന്നത്, ഇവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്റെ വീട്ടിൽ വെച്ചാ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലാന്ന് പറഞ്ഞു. ആ സമയം അനാമിക ദയനീയമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ക്യാമറയും കൊണ്ടൊന്നും അല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു സാറിനെ തല്ലിക്കോ കൊന്നോ എന്നാലും സാരമില്ല, തല്ലി ഞാൻ മേടിക്കും, പക്ഷെ സാറേ ദൈവത്തെ ഓർത്ത് ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ, കുറെ കടങ്ങളുണ്ട്, ജീവിക്കാൻ വേറെ മാർഗമില്ല. എടാ ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ 3 പേരുണ്ടല്ലോ, വല്ല പണിയെടുക്കാനും പോണം, പണിയെടുത്ത് ജീവിച്ചുകൂടെ? 3 പേരും കൂടെ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുക കിട്ടും, നല്ല അന്തസ്സായിട്ട് ജീവിക്കാലോ. അങ്ങനെ പറയരുത് സാറേ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തേലും തരുവാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഈ വഴിക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു അതെ എന്തെങ്കിലും തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡിവോഴ്സ് തരാന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ വേണ്ടടി, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ട, പൈസ തന്നിട്ടുള്ള ഡിവോഴ്സ് വേണ്ട, ഞങ്ങൾക്ക് പതുക്കെ ഡിവോഴ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വേണു പറഞ്ഞു സാറിന് അറിയാലോ ഞങ്ങളുടെ അവസ്ഥ, ഡിവോഴ്സോടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അറിയത്തില്ല,
ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. എന്തേലും തരുവാണെങ്കിൽ തരാടോ, ഞാൻ ഇപ്പൊ തരാന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്തു. അതങ്ങോട്ട് നീട്ടുവാണ്. ഇവിടെ വരുന്ന ഭിക്ഷക്കാർക്ക് പോലും ഞങ്ങൾ കൊടുക്കാറുണ്ട്, പക്ഷെ അവർക്ക് ഇതിനേക്കാളും ബഹുമാനം കൊടുക്കാറുണ്ട്. നിങ്ങളെപ്പോലെയല്ല അവര്. നിങ്ങളെക്കാളും നല്ല ഉയർന്ന രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നതെന്ന് പറഞ്ഞു. നാണം കിട്ട് നിൽക്കുവാണ്. ആ പൈസ മേടിച്ചില്ല വേണു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, മുത്തശ്ശ മുത്തശ്ശാന്ന് നീ വിളിക്കരുത്. മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു, നീ എന്തിനാടി ഈ താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കുന്നേ? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതെ, അനിയായിട്ടുള്ള എന്റെ ബന്ധമൊന്നും വേർപിരിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ താലി കഴുത്തിലിട്ടോണ്ട് നടക്കുന്നോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നേ? അനിയായിട്ട് ബന്ധം പിരിയുന്നോടം വരെ എന്റെ കഴുത്തിൽ ഈ താലി കാണും. ഞാൻ എന്താളും ഈ താലി ഊരാ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, എടി, നിന്നെ പോലെ ഉള്ളവളുമാർ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. നിനക്ക് ഇതും കൂടെ വിറ്റ് കാശാക്കാൻ മേലായിരുന്നോ? അത് ചെയ്യേണ്ടതായിരുന്നല്ലോ. എന്ത് പറ്റി വിൽക്കാതിരിക്കുന്നേ? എടി, ചിലപ്പം പാവപ്പെട്ട കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ചില സ്ത്രീകൾ താലിയൊക്കെ വിൽക്കാറുണ്ട്. അത് പക്ഷേങ്കിൽ താലി വിൽക്കാനുള്ള മനസ്സുകൊണ്ടൊന്നും അല്ല, അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട. പക്ഷെ അവരുടെ മനസ്സൊക്കെ ശുദ്ധമായിരിക്കും, അവര് നല്ലവരായിരിക്കും. പക്ഷെ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്ന നീയുണ്ടല്ലോ, താലി ഇട്ടുകൊണ്ട് നടന്നെന്ന് ഓർത്തോണ്ടേ വലിയ ഇതൊന്നും കിട്ടാനൊന്നും ഇല്ലടി. നിന്റെ വിചാരം താലി ഇട്ടുകൊണ്ട് മോള് കുങ്കുമം വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് നീ പുണ്യാളത്തി ആവുന്ന? വെറുതെ ആടി. നീ ഇതിട്ടുകൊണ്ട് നടന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് ദേവേനി പറഞ്ഞു. ശരിക്കും നാണം കിട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് അബി അബന്ധികൊക്കെ വല്ലാതെ പേടിച്ചണ്ട് നിൽക്കുകയാണ്. കാരണം ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കണ്ടിട്ട്. അനി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആഹാ, രണ്ടുപേരും കൂടെ വന്നല്ലോ, എന്ത് പറ്റി? പുതിയ എന്തേലും തന്ത്രമായിട്ടാണോ? എന്റെ മോനെ, ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഇല്ലാതുകൊണ്ട് വന്ന. കോടതി കേസ് വിളിക്കുന്ന സമയത്ത് എന്തേലും നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം വേണം അല്ലേ? കഴിഞ്ഞ തവണ മുത്തശ്ശൻ അന്നൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടോ, താൻ എന്റെ കുടുംബത്തിലേക്ക് വന്നത് എന്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ? എന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിട്ടല്ലേ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു. പിന്നെ തനിക്കെന്തിനു ഞാൻ നഷ്ടപരിഹാരം തരണം? ഞാനും ഇവളും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇവളെന്റെ ഭാര്യയാവും? ഒരു താലി കെട്ടിയതുകൊണ്ട് ഭാര്യയാവോന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറയേണ്ട കാര്യങ്ങളാ ഇവൻ പറഞ്ഞിരിക്കുന്നത്, ഇനി ഇറങ്ങിപ്പോടും, നാണമില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടാനും നോക്കണ്ട, ഞാൻ ഇപ്പോഴും എന്റെ ഭാര്യയാണ്. പിന്നെ കോടതി കേസ് വരുന്ന സമയത്ത് ഡിവോഴ്സ് തരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അത്ര പെട്ടെന്ന് ഡിവോഴ്സ് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല, ഞങ്ങൾ കാത്തിരുന്നോളാന്ന് പറഞ്ഞു, എത്ര കാലം വേണമെങ്കിലും. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് കിട്ടുമെന്ന് വിചാരിക്കുമൊന്നും വേണ്ട, അല്ലെങ്കിലും ഞാനും എന്റെ ഭാര്യയായിരുന്നല്ലോ. പിന്നെ നിങ്ങളെല്ലാരും ഇപ്പൊ ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കുറെ അങ്ങോട്ട് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി ഒറ്റ അടിയായിരുന്നു അവളുടെ കർണം തീർത്ത്. ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്, ഇറങ്ങി പോടി എവിടുന്ന്. അവള് വന്നിരിക്കുന്നു പ്രസംഗിച്ചോണ്ട്. ഒരു നിമിഷം അനാമിക ഞെട്ടിപ്പോയി. അനാമിക നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കൈക്ക് അത്ര നല്ല പവർ ഉണ്ടായിരുന്നു. നീ എന്ത് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ? നാണം ഉണ്ടോടി നിനക്ക്? ദേവേനി പറഞ്ഞു, ഇനിയും കൂടെ തല്ലി മേടിക്കണ്ടെങ്കിൽ അച്ഛനും മോളും കൂടെ ഇറങ്ങി പോവാൻ നോക്ക്. അനാമിക പറഞ്ഞു, ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടുന്നില്ല, ഡിവോഴ്സ് തരണോ വേണ്ട തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വേണു അനാമികയും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും അവന്തിക അബിയൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ആ കിട്ടിയ അടി തന്റെ കർണത്താണ് കിട്ടേണ്ടതെന്ന് മനസ്സിലായി. അവരിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, വന്നിരിക്കുന്നു, കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട്. അനി പറഞ്ഞു, അതെ മുത്തശ്ശ, എന്നാലും ഇനി എനിക്കിട്ട് പണിയാവുമെന്ന് അറിയത്തില്ല. കോടതിയിൽ ഇനിയിപ്പോൾ അവള് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാല് പറയട്ടടാ, നിനക്ക് എന്തേലും ധൃതിയുണ്ടോ? ഇല്ലല്ലോ. അവൾ എത്ര നാള് കേസ് നീട്ടിക്കൊണ്ടു പോകുന്ന അറിയാലോ. കോടതിയിൽ എന്താണെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ വാദിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി പറയുവാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതിനകത്ത് നമ്മളൊരു എതിർപ്പും പറയില്ല. അല്ലാത്ത പക്ഷം ഒരു കാലണ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയി. ആ സമയം അനാമികയും വീണും കൂടെ കാരണത്തേക്ക് പോയി കയറിയിട്ട് അനാമിക പറഞ്ഞു, അച്ഛാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വീണു പറഞ്ഞു, അതെ മോളെ, ഡിവോഴ്സ് കൊടുക്കണ്ട, കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. എന്നാലും വെച്ചാൽ ആ കിളവിയുടെ ഒരു തല്ല്, 10-70 വയസ്സുണ്ട് അവർക്ക്, എന്നിട്ട് അവരുടെ തല്ല്, എന്തൊരു വേദനയാണെന്നറിയാവോ? വീണു പറഞ്ഞു, പോട്ടെ മോളെ, സഹിക്കാം, നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേന്ന്. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കണ്ട. മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭയമുള്ളൂ. അല്ല, അവനും ജീവിതം ഉണ്ടാകത്തില്ലല്ലോ, അവനും ഇങ്ങനെ നിൽക്കാനല്ലേ പറ്റുള്ളൂ, ഡിവോഴ്സ് കഴിയാതെ വേറെ കെട്ടാൻ പറ്റത്തില്ലോ എന്നൊക്കെ വേണുവും പറഞ്ഞു. പിന്നീട് അനി നവീനെ വിളിക്കുകയാണ്. നവീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് ഞാൻ നവീൻ പറഞ്ഞു, അല്ല ഇനിയിപ്പം നഷ്ടപരിഹാരം കൊടുത്താൽ അവര് ഒഴിവെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും അനി പറഞ്ഞു, മുത്തശ്ശൻ നഷ്ടപരിഹാരം കൊടുക്കില്ലെന്നാ പറയണേ. അത് ശരിയാ. കാരണം അവർ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്ത് പൈസ മേടിച്ചിട്ട് ഒടുവില് ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം ആയതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എടാ, എങ്ങനെയെങ്കിലും ആ തലവേദന നീ എന്റെ തലയിൽ നിന്ന് ഒഴിവാക്കി താ. അതിനുശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, നീ ആദ്യം കോർട്ടിൽ പ്രസന്റ് ആവ്. കാരണം ജഡ്ജിയുടെ മുന്നിലല്ലേ നിങ്ങൾ രണ്ടുപേരും ചെല്ലണ്ടേ. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ആലോചിച്ചു, താൻ കുറച്ച് സ്വാർത്ഥനാവുന്നുണ്ടോ? അവൻ തന്നോടല്ല സ്വാർത്ഥത കാണിച്ചേ, നന്ദുവിനോടുള്ള ഇഷ്ടം മറച്ചു വെച്ചിട്ട് തന്നോട് അവൻ എന്താ പറഞ്ഞത്? അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ അങ്ങനെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു, തന്നോട് തുറന്നു പറയേണ്ടതായിരുന്നല്ലോ. എന്നിട്ടോ തന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചില്ലേ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. ആ സമയത്ത് നന്ദു ആദർശനെ നയനയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു CCTV ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, അന്ന് ഞാൻ ആ ഹോട്ടൽ റെയ്ഡ് നടത്താൻ പോയ സമയത്ത് അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുത്തന്. അവന്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞു. നോയിക്കഴിഞ്ഞപ്പോൾ മുഖം മൊത്തം മാസ്ക് വെച്ചേക്കുന്നുണ്ട്, കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. നയന പറഞ്ഞു, ഇതിനകത്ത് മുഖം വ്യക്തമല്ലല്ലോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ അയാളെ തിരിച്ചറിയാൻ പാടില്ല, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ മുഖം മറച്ച് പോണേന്ന് പറഞ്ഞു. അല്ല സാരമില്ല നന്ദു, ഇത്രയും കിട്ടിയില്ലോ, ഞാനിത് സേവിയറുടെ കൈ കൊടുത്തോളാം. സേവിയർ വേണമെങ്കിൽ വെച്ചൊക്കെ കൃത്യമായിട്ട് അയാൾ ആരാ എന്താന്നൊക്കെ നമുക്ക് കണ്ടെത്തി തരൂന്ന് പറഞ്ഞു. കാരണം മുഖമൊക്കെ ഉണ്ടായിക്കോളും, അയാളുടെ ഫേസ് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാലോ. നന്ദു പറഞ്ഞു, അത്ര എനിക്ക് കിട്ടിയാൽ മതി ആദർശേട്ടാ, പിന്നെ ഞാൻ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അയാൾ പോയ കാറുണ്ടല്ലോ, അതൊരു ബൈക്കിന്റെ നമ്പർ രജിസ്ട്രേഷനാണ്, അല്ലാതെ ആ കാറിന്റെ രജിസ്ട്രേഷൻ അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിന്റെ പിന്നാലെ പോണ്ട. പോയാലും ആ കാറ് കണ്ടെത്താൻ പറ്റത്തൊന്നുമില്ല, എവിടെയെങ്കിലും കത്തിക്കറിഞ്ഞ നിലയിൽ ആ കാറ് കാണും. കോടികളുടെ ആസ്തി ഉള്ളവനല്ലേ, അപ്പൊ അയാൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പ. അയാൾ ആ കാറൊക്കെ എപ്പോഴേ കത്തിച്ചു കളയും. തെളിവുകളൊക്കെ നശിപ്പിക്കുന്ന സ്വഭാവം ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവര്. നന്ദു പറഞ്ഞു, കിങ് കോബ്ര എന്നല്ലേ അയാള് അറിയപ്പെടുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അയാള് കിങ് കോബ്രയാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങള്. അപ്പോഴേക്കും നന്ദുവിന്റെ ഫോണിലേക്ക് അനിയുടെ കോൾ വരികയാണ്. ഇവനെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? നന്ദു അപ്പോൾ കോൾ എടുത്തില്ല. പെട്ടെന്ന് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം ആദർശേട്ടാ, എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും യാത്ര പറഞ്ഞിട്ട് നന്ദു ഓടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനിയെ തിരിച്ചു വിളിക്കുവാണ്. എടാ നീ എന്താടാ ഈ സമയത്ത് വിളിച്ചേ? എന്താടി നീ ഇത് എവിടെയാ, എന്തെങ്കിലും തിരക്കിലാണോ? ഞാനേ ആദർശേട്ടൻ നയനേച്ചൻ കാണാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. എന്താടാ? അത് പിന്നെ ഞാൻ കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ടാണ് വിളിച്ചേ. അങ്ങനെയാണൊരു കാര്യം ചെയ്യുക, നീ അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പൊ തന്നെ വരാം. അല്ല നിനക്ക് തിരക്കോ മറ്റോ ഉണ്ടോ? അതൊന്നും സാരമില്ലടാ, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം, എന്നിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നയന ആദർശിനോട് പറഞ്ഞു, ആദർശേട്ടാ നന്ദു നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ആദർശ് പറഞ്ഞു, അത് ശരിയാ, അവളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവള് നമ്മൾക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിൻ്റെതായ പ്രയോജനം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നയന പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് അനന്തപുരിയിലേക്ക് തിരികെ ചെല്ലണം, അതാ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പൊ വല്ലാത്തൊരു ടെൻഷൻ നിന്നെ ഓർത്തിട്ടാ, നിന്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടാ. ആദർശേണ്ട അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്റെ കാര്യത്തിൽ ഒരു സങ്കടവും വേണ്ട, ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ നീ ഓക്കെയാന്ന് പറയും, പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് നിന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിൽ. കഷ്ടപ്പാടോ? ആദർശേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോ പിന്നെ എനിക്ക് എന്ത് കഷ്ടപ്പാടാ ഉള്ളേ? അതൊന്നും ഓർത്തിട്ട് ആദർശേട്ടൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിക്കുകയാണ് നയന ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പം അനിയും നന്ദും കൂടെ കാറിൽ പോകുന്ന സമയത്ത് അനി നന്ദുവിനോട് പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇന്ന് കോടതി ചെന്ന് കഴിയുമ്പോഴത്തേന് ഇനിയിപ്പോൾ അവള് ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്നങ്ങനെ പറയുമെന്നു. എടാ അതൊന്നും ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. പൈസ കൊടുത്ത് എന്താളും ഡിവോഴ്സ് വാങ്ങണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അവർ കുറെ പൈസ ആയിരിക്കും ചോദിക്കുന്നത്, അതൊന്നും കൊടുക്കാൻ മുത്തശ്ശൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. അല്ല നവീനേട്ടൻ എന്ത് പറഞ്ഞു? നവീൻ പറഞ്ഞു, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നേ? പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടി ഇനിയിപ്പൊ കേസ് നീണ്ടു പോവാണെങ്കിൽ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുവോ? അതെന്ത് ചോദ്യമാടാ? എത്ര കാലം വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കില്ലേ? ഇത്ര നാളും കാത്തിരുന്നില്ലേ? പിന്നെയാണോ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കില്ലാന്നു? അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് അനി ചോദിച്ചു, അല്ല നവീൻ നിന്നോട് എന്തേലും ചോദിച്ചായിരുന്നു ചോദിച്ചു. എന്ത്? അല്ല നമ്മളെ കുറിച്ച് എന്തെങ്കിലും അവന് എന്തേലും സംശയമുണ്ടോ? അങ്ങനെയുള്ള രീതിയിലൊന്നും സംശയമൊന്നും വന്നിട്ടൊന്നും ഇല്ല. എടി ഇനി അങ്ങനെ എന്തേലും സംശയമുള്ള രീതി ചോദിക്കുവാണെങ്കിൽ നീ അതിന് തക്കതായ മറുപടി കൊടുക്കണം കേട്ടോ. അവന്റെ സംശയങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു.
അത് ഞാൻ ഏറ്റു. ഞാൻ അതിന് വ്യക്തമായ മറുപടി കൊടുത്തോളാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യട്ടെ, ഇന്ന് കോടതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ 3 പേർക്കുള്ള ഡിന്നർ ബുക്ക് ചെയ്യട്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അനു ചോദിച്ചു, എന്തിനേ 3 പേർക്ക്, നമ്മൾ 2 പേര് പോരെന്ന് ചോദിച്ചു. അതെന്താടാ, നവീനേട്ടൻ കുറെ ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്നല്ലേ, അപ്പൊ നവീനേട്ടനും കൂടെ വിളിച്ചാൽ എന്താ പ്രശ്നം? എടി, ഞാൻ നീയുമായിട്ട് ഒന്നിച്ചിരിക്കാനായിട്ട് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനകത്തേക്ക് മൂന്നാമതൊരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നവീനേട്ടൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്തൊക്കെയാണല്ലോ ശരി. ഇപ്പൊ തന്നെ കോടതിയിലേക്ക് ഞാൻ പോകുന്നു, 100 ടെൻഷനുമായിട്ടാ. ആകെപ്പാട് നീയുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ആ ഒരു ഇത്തിരി സമയം മാത്രമാണ് എനിക്കൊരു സമാധാനമുള്ളൂ. കമ്പനിയിലെ ടെൻഷനും ഈ കോടതിയിലെ ടെൻഷനും എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് സമാധാനം വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, എനിക്കും മനസ്സിലാവുന്നുണ്ട് നിന്റെ അവസ്ഥ എന്താന്ന്. ഇനി കോടതി ചെന്ന് കഴിയുമ്പോൾ എന്താവും ഓർത്തൊരു ടെൻഷൻ ഉണ്ടല്ലേ, പിന്നെ അതില്ലാതിരിക്കുവോ? എങ്ങനെയെങ്കിലും ആ തലവേദന തലയിൽ നിന്ന് പോയാൽ മതി എന്നോർത്താ ഞാൻ സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാ പോന്നേ. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങൾ. സാരമില്ല, കോടതിയിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുള്ളതല്ലേ നേരത്തെ. നന്ദു പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീ കോടതിയിൽ അങ്ങോട്ട് പറഞ്ഞേരെ, അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുമെന്ന് പറഞ്ഞു. ഒടുവില് അനി പറഞ്ഞു ശരി. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കിയേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെ, പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്താണെങ്കിലും ഒരു ഉമ്മ തന്നിട്ട് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ? എന്തോ എനിക്ക് നിനക്കൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട്. ഞാൻ കോടതിയിലേക്ക് പോവല്ലേ. എടാ വേണ്ട കേട്ടോ, എങ്ങാനും ഇതെങ്ങാനും പുറത്തു വന്നിട്ട് ഞാനൊരു പോലീസ് ഓഫീസറാന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ എൻ്റെ കാറിനകത്ത് നിനക്കൊരു ഉമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞ് നന്ദുവിനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് നെറ്റിയില. നന്ദു പറഞ്ഞു, എന്നാലും വേണ്ടിയിരുന്നില്ല. പിന്നെ എന്താ, എൻ്റെ പെണ്ണിനല്ല ഞാൻ കൊടുക്കുന്നേ, എനിക്കൊരു ആത്മവിശ്വാസം കിട്ടുന്ന പോലെയാ നിനക്കൊരു ഉമ്മ തന്ന് കഴിയുമ്പോഴെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നന്ദു അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് കോടതിയിലേക്ക് പോയിക്കോ. ആ എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയാൽ മതി. അങ്ങനെ ആത്മധൈര്യം കൊടുത്തിട്ടാണ് നന്ദു പോകുന്നത്. പിന്നീട് കോടതി വെളുപ്പില് നവീനും അനിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നവീനോട് അനി പറഞ്ഞു, എടാ അതെ, അവളും അവളുടെ അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് മുത്തശ്ശനോട് വില പേശി. കോടതിയിൽ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശന് 5 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ മിക്കവാറും ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയണേ. മുത്തശ്ശൻ എന്തായാലും കൊടുക്കില്ല എന്ന് പറഞ്ഞടാ, എന്തെങ്കിലും നീ ചെയ്യണമെന്ന് പറഞ്ഞു. എടാ നിനക്ക് പറയാനുള്ള നീ കോടതിയെ ബോധ്യപ്പെടുത്ത, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, എനിക്ക് അവളുടെ കാര്യം ഓർത്തിട്ട് നല്ല ദേഷ്യം വരുന്നേ. ഇത്രയൊക്കെ ആയിട്ടും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളത് നിനക്കറിയാലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരുന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവൾക്ക് ഇനിയിപ്പോൾ ഞാൻ നഷ്ടപരിഹാരം കൂടെ കൊടുക്കണം പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവാനായിട്ട്. ഒരിക്കൽ പോലും ഭാര്യയായിട്ട് അവൾ കഴിഞ്ഞിട്ടില്ല എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ രോഷാകുലനാവുകയാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാം. കോടതി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് പ്രാവശ്യം നീണ്ടു പോയാലും കുഴപ്പമൊന്നുമില്ല. പൈസ കൊടുക്കേണ്ടതാണ് മുത്തശ്ശന്റെ തീരുമാനമെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അനാമികയും വേണും കൂടെ വരുന്നേ. ദേ വരുന്നുണ്ടല്ലോ രണ്ടുപേരും. അല്ല, കാറിനൊക്കെയാണല്ലോ വരുന്നേ, ഈ കാറിനൊക്കെ പെട്രോൾ അടിക്കാനൊക്കെ അയാളുടെ കൈ പൈസ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, ചിലപ്പോൾ ആരെങ്കിലും കറക്കി മേടിക്കുന്നതായിരിക്കും, അല്ലാതെ എവിടുന്ന് കാണാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് വക്കീൽ സാറേ, പക്ഷേങ്കിലേ നഷ്ടപരിഹാരം തരാതെ എന്താണെങ്കിലും ഞങ്ങൾ ഈ കേസ് വെറുതെ അവസാനിപ്പിക്കില്ല. അങ്ങനെ വെറുതെ അങ്ങോട്ട് വിടാൻ പറ്റില്ലല്ലോ, കിട്ടേണ്ട തുക കിട്ടാതെ ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, 1 രൂപ പോലും നഷ്ടപരിഹാരം തരത്തില്ല, അല്ലാതെ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ, കോടതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ ബോധിപ്പിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് അനാമികയോട് പറഞ്ഞു, നാണം ഉണ്ടോട് നിനക്ക് ഈ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കാനായിട്ട്. ആ സമയത്ത് അനാമിക പറഞ്ഞു, എടാ ഈ താലി കഴുത്തിലിട്ടിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നറിയാവോ? ഇതേ എന്തേലും ആവശ്യം വരുമ്പോ ഇത് കൊണ്ട് വിൽക്കാലോ, ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാടാ, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനിത് കഴുത്തിലിട്ടിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, നാണം കെട്ട വർഗ്ഗങ്ങള്, ഇത്രയ്ക്ക് അധപതിച്ചു പോയ കുടുംബത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. മര്യാദയ്ക്ക് നീ എനിക്ക് ഡിവോഴ്സ് തന്നോണം, അല്ലെങ്കിലുണ്ടല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഡിവോഴ്സ് മേടിക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. ഒടുവില് അനാമിക പറഞ്ഞു, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. വെല്ലുവിളി തുടർന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, എടാ നവീനെ, ഞാൻ അങ്ങോട്ട് കയറി പോവാ, ഇവരോട് സംസാരിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും, നീ സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ
എൻ്റെ ഫ്രണ്ടാണ് അവന്. പിന്നെ അവൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമായിട്ട് നല്ല അടുപ്പത്തിലാണ് താനും. എനിക്ക് അവനോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ വക്കീൽ സാറേ, എങ്ങനെയെങ്കിലും കുറച്ച് നഷ്ടപരിഹാര തുക മേടിച്ചു തരാൻ നോക്ക്. അല്ല, നിങ്ങൾ ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒടുവിൽ അവർക്ക് നിങ്ങൾ പറയുന്ന തുക നഷ്ടപരിഹാരം തരേണ്ടതായിട്ട് വരും. അതോ ഒരു വഴിയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കോടതിയിൽ മാക്സിമം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ നോക്കുക, നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വേണു പറഞ്ഞു, മോളെ, എങ്ങനെയെങ്കിലും കോടതിയിലെ ജഡ്ജിന്റെ മുന്നിൽ കരഞ്ഞ് മെഴുകി നീ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്ത്. എന്നിട്ട് കുറച്ച് പൈസ എങ്കിലും മേടിച്ചെടുക്കാനുള്ള വഴി നോക്ക്. അതതിനൊരു മാർഗമുള്ളൂ. കരയാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, കണ്ണീരിന് നിനക്ക് പഞ്ഞോ ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് വേണു കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒടുവില് ജഡ്ജിന്റെ മുന്നിൽ അനാമികയും അനിയും കൂടെ എത്തി. അങ്ങനെ ജഡ്ജ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ ഇത്രയും ദിവസങ്ങളല്ലേ നിങ്ങൾക്ക് സമയം തന്നു, നിങ്ങളുടെ തീരുമാനം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, എനിക്ക് ഇവളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല മാഡം. ഞാൻ എൻ്റെ തീരുമാനം നേരത്തെ കോടതിയിൽ അറിയിച്ച, പിന്നെ കോടതിയിൽ ഇവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇവളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമികയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അനാമിക പെട്ടെന്ന് അവിടെ ഇരുന്ന് കരയുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം ജഡ്ജി അനാമികയുടെ കാര്യം തിരക്കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു, മാഡം കണ്ടില്ലേ ഈ താലി, ഇപ്പോഴും ഞാനിത് കഴുത്തേൽ ഇട്ടുകൊണ്ട് നടക്കുക. എന്തുകൊണ്ടാണെന്നറിയാവോ, ഞാൻ ഇപ്പോഴും ഇയാളെ എൻ്റെ ഭർത്താവായിട്ട് കാണുന്നുണ്ട്. അത് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനെയും കൂട്ടി ഇയാളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അടിച്ചിറക്കുക ചെയ്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജഡ്ജി ചോദിച്ചു, സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, മാഡം അതിനുള്ള കാരണമല്ലേ ഞാൻ ചോദിച്ചേ, സത്യമാണോ? അങ്ങനെ അടിച്ചിറക്കി എൻ്റെ മുത്തശ്ശി അടിച്ചെന്ന് പറഞ്ഞു. എന്തായാലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഈ പെൺകുട്ടി പശ്ചാത്താപത്തോടു കൂടിയില്ലേ അങ്ങോട്ടേക്ക് വന്നേ, അപ്പൊ അടിച്ചിറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും അനി പറഞ്ഞു, അത് പിന്നെ മാഡം, ഇവര് വന്നത് കോമ്പൻസേഷൻ ചോദിക്കാനായിട്ടാണ്, നല്ലൊരു എമൗണ്ട് വേണമെന്നും പറഞ്ഞാൽ വന്നേ. സഹിയായിട്ട് എൻ്റെ മുത്തശ്ശി അടിച്ചതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമ പറഞ്ഞു, മാഡം എനിക്ക് ഈ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ജീവിക്കണ്ടേ? എൻ്റെ അനിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ കുറെ കടക്കാരനായി. പിന്നെ ഇനി ഈ ഡിവോഴ്സ് നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കാണുന്ന അനിയാന്ന് പറഞ്ഞു. അല്ലെ ഞാൻ ഈ കഴുത്തിൽ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുമോ? അപ്പോഴേക്കും അനി പറഞ്ഞു, മാഡം അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ. ഇവള് പറഞ്ഞിരിക്കുന്നത് എന്തേലും അത്യാവശ്യം വന്നു കഴിയുമ്പം ഈ താലി വിൽക്കാനുള്ളതെന്നൊക്കെ എന്നോട് പറഞ്ഞേ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാഡം പറഞ്ഞു, എന്തായാലും ഇത് കാരണം ഈ കുട്ടി എൻ്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പെൺകുട്ടി അവളുടെ നിസ്സഹായാവസ്ഥ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും അനിയുടെ ഉറച്ച തീരുമാനത്തിൽ എത്തിയോന്ന് ചോദിച്ചു. എനിക്കൊരു മാറ്റമില്ല വക്കീൽ മാഡം, കാരണം അല്ല ജഡ്ജി മാഡം, ഇനി ഒരു മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല. കാരണം ഇവൾ എന്നോട് ചെയ്ത ക്രൂരത അത്രയ്ക്ക് വലുതായിരുന്നു. എനിക്ക് നീതി ലഭിച്ചാൽ മതിയാവുള്ളെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അനാമിക പറഞ്ഞു, എനിക്കിനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ മാഡം. എനിക്ക് ഡിവോഴ്സ് വേണ്ട, പൈസയും വേണ്ട, എനിക്ക് അനിയോടൊപ്പം ഒരു ജീവിതം മതി എന്ന് പറഞ്ഞു. അനി ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, കണ്ടില്ലേ കുട്ടി പറയുന്നേ, അനിയോടൊപ്പം ജീവിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരവസരം കൂടെ കൊടുത്തുകൂടെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊന്ന് ജീവിച്ചു നോക്ക്. മാഡത്തിന് അറിയാലോ ഇവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നേരത്തെ വക്കീൽ കോടതി ബോധിപ്പിച്ചിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. അതെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഒരു പക്ഷെ ഒരാൾക്ക് മാറാൻ അധികം സമയമൊന്നും വേണ്ട. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒട്ടുമിക്കതും മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമകളൊക്കെ ആയിരിക്കും. എന്നാലും അവർ എല്ലാ കാലത്തും അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. പിന്നീട് അവർക്ക് മാറ്റം ഉണ്ടാകത്തില്ലേ? അപ്പൊ അവരെ നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പൊ അതുപോലെ ഇവൾക്ക് ഒരു മാറ്റം ഉണ്ടായതാണെങ്കിലോ, അപ്പൊ ഇവൾക്കൊരു അവസരം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അനി പറഞ്ഞു, മാഡം ഒരിക്കലും ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ അവള് തീർത്തു പറഞ്ഞു, എനിക്ക് അനിയോടൊപ്പം ഒരു ജീവിതം മതിയെന്ന്. അനിക്കാണ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒടുവിൽ ജഡ്ജി പറഞ്ഞു, ഒരു 3 മാസം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാ. അപ്പം നിങ്ങളുടെ തീരുമാനം ഇത് തന്നെയാണെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം, അതുവരെ നിങ്ങൾ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കോടതി 3 മാസത്തെ അവധിയും കൂടെ കൊടുക്കുവാണ്. ഡിവോഴ്സ് ഒന്നും കൊടുത്തില്ല. ഒടുവിൽ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി എനിക്ക്. ഈ സമയം പുറത്ത് നവീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. വേണു പറഞ്ഞു, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് ഈ പറയുന്ന അനന്തപുരിക്കാർക്ക്. ഒരു 10-30 തലമുറയ്ക്ക് കഴിഞ്ഞു പോകാനുള്ളതുണ്ട്. എന്നിട്ടും അവർക്ക് ഇച്ചിരി തന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമായിരുന്നല്ലോ. ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അടിച്ചിറക്കുകയോ ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയും അനാമയും കൂടെ ഇറങ്ങി വരുന്നത്. അനി വന്നിട്ട് പറഞ്ഞു, എടോ തന്നെ കത്തിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. താനും തൻ്റെ മോളും കൂടെ നാടൻ കളിക്കുമല്ലേന്ന് ചോദിച്ചു.
നവ്യ ചോദിച്ചു എന്തായി? അവള് കോടതിയിലിരുന്ന് അന്തസ്സായിട്ട് കളിച്ചു. അവളങ്ങോട്ട് കരഞ്ഞു കാണിച്ചു. കരഞ്ഞു കാണിച്ചു കഴിയുമ്പോഴത്തേനും ജഡ്ജിയുടെ കരലലിഞ്ഞു. ജഡ്ജി പറഞ്ഞ എന്താണെന്നറിയാവോ? 3 മാസത്തെ സമയം കൂടെ, 3 മാസത്തോടെ കഴിഞ്ഞിട്ട് വരാനായിട്ട്. ഇവൾക്ക് എന്നോടൊപ്പം ജീവിക്കണം പോലും. അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു, നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നഷ്ടപരിഹാരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് ഒഴിവാകും. നഷ്ടപരിഹാരം കിട്ടാതെ എന്താണെങ്കിലും ഞാൻ ഈ ബന്ധം വേർപിരിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 5 പൈസ പോലും നഷ്ടപരിഹാരം തരില്ല. അങ്ങനെയാണ് നീ നഷ്ടപരിഹാരം മേടിച്ചിട്ട് ഡിവോഴ്സ് നടത്താനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് ഡിവോഴ്സ് വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അനാമിക രണ്ടും കൽപ്പിച്ചായിരുന്നു. ഒടുവിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.